ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ഓപ്ഷൻ ലെവൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ലെവൽസ് ഇതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനലാണ് നമ്മൾ ആദ്യം ലെവൽസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് ഓഫർ ഓഹരി എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ഈ ചാനലിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ ലെവൽസ് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ. അപ്പോൾ 23,100 മുതൽ 23,500 വരെയുള്ള കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ലെവൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സ് ആണ്. ഇപ്പോൾ ഫയേഴ്സ് നമുക്ക് സ്കാൽപ്പർ ടെർമിനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടോപ്പ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ലെവൽസ് ഈ ഒരു ടെർമിനൽ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിവിടെ 23,100 മുതൽ നമ്മൾ ആ ഒരു ലെവൽസ് ഇതിൽ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവൽസ് ഇതുപോലെ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടുന്ന് ടൂൾസ് കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടൂൾസ് കിട്ടും. അതിലെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 327, 20, 322, 20 ഉണ്ടോ, ആ ലെവൽസ് മാർക്ക് ചെയ്തു. അതുപോലെ പുട്ട് ഓപ്ഷന് ഇത് തന്നെ 86, 60, 77, 20 ഉണ്ടോ. അതുപോലെ നമ്മൾ ഓരോ സ്ട്രൈക്കുകളും ഇതുപോലെ സെലക്ട് ചെയ്യാം, എന്നിട്ട് മാർക്ക് ചെയ്യാം. 23,150 ഓക്കെ, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ 23,500 വരെയാണ് ഇന്ന് മാർക്ക് ചെയ്തിട്ടിരുന്നത് കേട്ടോ. 23,500 വരെ ഇതുപോലെ മാർക്ക് ചെയ്തോളൂ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്ട്രൈക്കാണ് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം 23,100 സെലക്ട് ചെയ്ത് നോക്കാം. 23,100 നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. എക്സാക്റ്റ് നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവൽ, അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം താഴേക്ക് വന്നു, എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു, അവിടെ നിന്ന് താഴെ വന്നു. ഇപ്പോൾ ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെല് ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ സെല്ലിംഗ് വരുമ്പോൾ നമുക്കിവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കുമെന്ന്. ചില സമയത്ത് മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കാൻ. താഴെ ക്ലോസ് ചെയ്ത് നമുക്ക് സെല്ല് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. മാർക്കറ്റ് നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ മുകളിൽ ക്ലോസ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് ബൈ എടുക്കാമായിരുന്നു. അപ്പോൾ 23,100 നമുക്ക് സെൽ ചാൻസ് ആണ് വന്നിരുന്നത്. 23,100 പിയിൽ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ അടുത്ത സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഏത് സ്ട്രൈക്കിലാണ് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡിനെ ആ ലെവൽസ് താഴെ ക്ലോസ് ചെയ്തു, വീണ്ടും കണ്ടോ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് സെൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വീണ്ടും സെൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതിൻ്റെ പി ആയി നോക്കുകയാണെങ്കിൽ പിയിൽ നമുക്ക് ചാൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതും ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെയായിരുന്നു, ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടില്ല. ഇനി 23,200 നോക്കാം. അപ്പോൾ 23,200 അതുപോലെ ഇവിടെ സെൽ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ബൈ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി 23,250 നോക്കാം. അപ്പോൾ 23,250 നമുക്കിവിടെ സെൽ ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ 23,250 പിയിൽ നമുക്കിവിടെ ബൈ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നുണ്ടോ. നമ്മുടെ ലെവൽസിൽ എക്സാക്റ്റ് ടച്ച് ചെയ്തു, ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ 163 നിന്ന് 260 ലെവൽ വരെ അത് അപ്സൈഡ് പോയിണ്ടായിരുന്നു കണ്ടോ, നല്ല രീതിയിൽ അപ്സൈഡ് പോയിണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ട്രൈക്കിൽ ഇതുപോലെ മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഏത് സ്ട്രൈക്കിലാണ് ആ ലെവൽസ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി 23,300 നോക്കാം. അപ്പോൾ 300 നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, 300 എൻട്രി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 23,250 പിയിലാണ് ബൈ എൻട്രി വന്നിരുന്നത്. ഇനി 23,350 നോക്കാം. അപ്പോൾ 23,350 നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ എൻട്രിയാണ്, പക്ഷേ അതിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് താഴെ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ സെല്ല് ചെയ്യുന്നവർക്ക് അവിടുന്ന് ആ സെല്ല് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ 23,350 പിയിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി 23,400 നോക്കാം. അപ്പോൾ 23,400 കണ്ടോ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, അതിനുശേഷം സെൽ എൻട്രി വന്നു, താഴേക്ക് വന്നു, ഇവിടെ ബൈ എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്ത് ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നപ്പോൾ 23,300 ലെവലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ 23,300 തൊട്ടടുത്തുള്ള സ്ട്രൈക്കുകൾ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എപ്പോഴാണ് ഈ ലെവൽസ് ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അപ്പോൾ 23,250 നോക്കാം കേട്ടോ, നമുക്കിവിടെ നല്ലൊരു ചാൻസ് കിട്ടി സെല്ലിങ്ങിന്. 23,250 ഇപ്പോൾ നമുക്കിവിടെ പുട്ടിൽ നല്ലൊരു ബൈ ചാൻസ് കിട്ടി. അതിൽ 350 നോക്കാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രൈക്കുകൾ മാറി മാറി സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ ലെവലിൽ ടച്ച് ചെയ്യണത് അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ലെവൽസ് ടച്ച് ചെയ്ത് വലിയൊരു ക്യാൻഡിൽ ഇതുപോലെ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. താഴെ നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്ത് ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ക്യാൻഡിൽ വലിയ ക്യാൻഡിൽസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബ്രേക്കൗട്ട് വലിയൊരു ക്യാൻഡിൽസ് ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഒരു സെൽ പ്രഷർ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു ക്യാൻഡിലൊക്കെ വരാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ കൂടി നോക്കിയതിന് ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ അറ്റ് മണിയാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ എല്ലാ സ്ട്രൈക്കുകളും ലെവൽസിന് മാർക്ക് ചെയ്തിട്ട് ഓരോ സമയത്തും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സെൽ എൻട്രി അതുപോലെ ബൈ എൻട്രി ഇതുപോലൊക്കെ വരാണെങ്കിൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ATMൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത തവണ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫയേഴ്സിൻ്റെ ടെർമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്ത് ആ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.